ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നത് നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഒരു ബോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പീസ് കൊണ്ട് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെയുള്ള നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിൽ ഇലാസ്റ്റിക്കാണ് കൊടുത്തത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുള്ള ഒരു നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇലാസ്റ്റിക് എടുക്കണം. 3/4 ഇഞ്ച് വീതിയുള്ള ഒരു ഇലാസ്റ്റിക്കാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇതിൻ്റെ നീളം 15 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഈ ഇലാസ്റ്റിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെറ്റീരിയൽ കൂടി എടുത്തിട്ടുണ്ട്. ഇത് സാറ്റിൻ്റെ 2 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് വേണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ടൈപ്പുള്ള ബീഡ്സും പിന്നെ കുറച്ച് അതിനേക്കാളും വലിയ സൈസുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ നെറ്റിൻ്റെ ഫാബ്രിക് ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് സെൻറ്റർ ഇതൊന്ന് മടക്കിയതിന് ശേഷം ഈ മേൽഭാഗത്തുള്ള 1 ഇഞ്ച് ഭാഗം ഒന്ന് ചെറുതായി ഉള്ളോട്ട് മടക്കിയതിന് ശേഷം തിരിച്ച് ഉൾവശത്തേക്ക് തന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ മുട്ടുസൂചി വെച്ചിട്ട് ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടുസൂചി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഈ ഫോൾഡ് ചെയ്ത് വെച്ച പീസിന് സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇതിനെ 2 പാർട്ടാക്കി തിരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഡ്സ് ഇടുമ്പോൾ 2 ഭാഗത്തും ഈക്വലായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ 2 സൈഡിലും നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉൾവശം ഒന്ന് വിടർത്തിയിട്ട് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ ബീഡ്സ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡിലും നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ 2 ഭാഗവും ഇതേപോലെ ഇതിൻ്റെ നടുവിലേക്ക് മടക്കിയിട്ട് നമുക്കൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ സാധാരണ സൂചി നൂലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് താഴ്വശത്ത് കെട്ടിട്ടതിന് ശേഷം ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. പിന്നെ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇതേപോലത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി നമുക്ക് ഈ ത്രെഡ് ഒന്ന് മെല്ലെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പായി ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഈ നൂലുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതേപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ പീസ് ഞാനൊന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി കുറച്ച് ബീഡ്സ് കൊടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ചെറിയ സൂചിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ബീഡ്സ് ഒരു 8-9 ബീഡ്സ് വേണ്ടി വരും. അത് ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു 3 ലെയറായിട്ട് ഞാൻ ഇവിടെ ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്കൊന്ന് തുന്നിയെടുക്കാം. ബീഡ്സ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ബീഡ്സൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രോക്കിലൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ഇഞ്ച് വീതി വരുന്ന സാറ്റിൻ്റെ പീസാണിത്. ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. മേലെ തൊട്ട് താഴെ വരെ നീളത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്കിതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതേപോലെ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇലാസ്റ്റിക് കോർത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇലാസ്റ്റിക്കിൽ ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് നമുക്കിതൊന്ന് ഉള്ളിലൂടെ ഇട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാറ്റിന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിതിൻ്റെ ഒരു വശം ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മറുവശത്തിൻ്റെ സൈഡ് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ മേലെയാണ് ഈ ബോ വെക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് കാണാതെക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു റിബണും കൂടെ നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടെ. അതിനുവേണ്ടി ഞാനിവിടെ 10 ഇഞ്ച് നീളത്തിലുള്ള ഒരു റിബൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ റിബൺ വെക്കണം നിർബന്ധമല്ല കേട്ടോ, ഇങ്ങനെ വേണമെങ്കിൽ വെച്ചാൽ മതി, അല്ലാതെ തന്നെ ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതൊരു ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ റിബൺ വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഈ ബോൻ്റെ മേൽവശത്ത് കാണത്തക്ക രീതിയിൽ വരത്തക്ക വിധം വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഹെയർ ബാൻഡും ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് മൂന്നൂടെ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും മതി, പക്ഷെ അതിനേക്കാളും നല്ലത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതെന്നാണ്, നന്നായിട്ട് ഉറച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനോഹരമായ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.